ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജീവനെതിരെ കുത്തിക്കുറിക്കുന്നവരോടും ജീവനെ പിന്തുടരാൻ ശ്രമിക്കുന്നവരോടും ഒരു കാര്യം പറഞ്ഞേക്ക്. കൊന്ന് കുഴിച്ചിട്ടിട്ടുണ്ട് ഞാൻ, ഒരു മടിയുമില്ലാതെ. ഇപ്പൊ സിയുടെ കയ്യിലിരിക്കുന്ന കേസുമായിട്ട് നീ മുന്നോട്ട് പോയാ നിന്റെ തനിനിറം വെളിപ്പെടുത്തിയതിന്റെ വൈരാഗ്യമായിട്ടേ എല്ലാവർക്കും തോന്നും. എന്താ അന്ന് എന്റെ പേരിൽ കേസെടുപ്പിക്കാത്തതിന്റെ കുറ്റബോധം തോന്നുന്നുണ്ടോ? നീ ചെന്ന് നിന്റെ സ്വന്തം സാമ്രാജ്യം സംരക്ഷിക്കാൻ നോക്ക്. ഈ നിമിഷം തീർക്കുന്നത് കാണണോ നിനക്ക്? ജീവൻ, എന്താ നീ കാണിക്കുന്നത്? അങ്ങോട്ട് മാറാ. അച്ഛാ, ഇവനും അവന്റെ ആളുകളും ചേർന്ന ജയാറിനെതിരെ കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്നത്. എടാ, ഞാൻ വേണമെന്ന് തീരുമാനിച്ച ഇന്ന് രാത്രി, അച്ഛ ഇന്ന് രാത്രി കൊണ്ട് വേണമെങ്കിൽ ഞാൻ ഇവനെ തീർക്കും. കാണോ? ചങ്കൂറ്റുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കണം. ഞങ്ങള് പോരാടുന്നത് ഞങ്ങളുടെ മണ്ണിന് വേണ്ടിയിട്ടാ. അപ്പൊ ഞങ്ങളുടെ കയ്യിനും കാലിനും ഒക്കെ ഉശിര് കൂടും. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. ഒന്ന് നിർത്തുന്നുണ്ടോ ഹരി? ഹരിയോട് ഞാൻ പറഞ്ഞതല്ലേ, ജീവനെതിരെയോ ജീവന്റെ കമ്പനിക്കെതിരെയോ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന്. ചാവ തുനിഞ്ഞിറങ്ങിയതാണോ? ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോ അത് മനസ്സിലാക്കാനെങ്കിലും പഠിക്കണം. നിത്യ, ഹരി എന്താ നിന്നിൽ നിന്ന് പഠിക്കേണ്ടത്? നിന്നെ പോലെ സമയത്തിന് നിറം മാറാനോ? ചാകാൻ പേടിയുണ്ടെന്ന് ഞാൻ എപ്പോഴെങ്കിലും തന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോന്നോ? നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ചിരുന്നപ്പോ നിന്നെ വിട്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്റെ മനസ്സിലെ സ്നേഹത്തിന്റെ ആഴമാണ്. അത് മനസ്സിലാക്കാനുള്ള മനസ്സ് ഇപ്പൊ തനിക്ക് കളഞ്ഞുപോയി. അതെ മിസ്റ്റർ രഘു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിന് മകൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവനെ പിടിച്ച് ചങ്ങലക്കിടണം, അല്ലെങ്കിൽ നാട്ടുകാര് കൈകാര്യം ചെയ്യും. ജീവൻ വാ, വരാനാ പറഞ്ഞത്. വാർത്താ മാധ്യമങ്ങൾ ഒരുപാട് തുറന്നിരിക്കുന്നുണ്ടാവും. ഹരം പിടിപ്പിക്കുന്ന വാർത്തകൾ അവർ ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ ജീവനെതിരെ കുത്തിക്കുറിക്കുന്നവരോടും ജീവനെ പിന്തുടരാൻ ശ്രമിക്കുന്നവരോടും ഒരു കാര്യം പറഞ്ഞേക്ക്. കൊന്ന് കുഴിച്ചിട്ടിട്ടുണ്ട് ഞാൻ, ഒരു മടിയുമില്ലാതെ. ഒന്നല്ല, നിങ്ങൾക്കൊക്കെ തെളിവുള്ള രണ്ടെണ്ണത്തിന്. മറക്കണ്ട. പോട്ടെ ഹരി. പോണ്. സൂക്ഷിക്കണം ഹരി, അവന് കാലിടറി തുടങ്ങി. ഇനി അവൻ എന്തും ചെയ്യും. നീ എന്തിനാ തല താഴ്ത്തുന്നത്? മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച്
എന്തും വിളിച്ചു പറയാനുള്ള ചങ്കുറ്റം നിനക്കുണ്ടല്ലോ. പിന്നെന്താ എന്റെ മുഖത്ത് നോക്കാൻ ഒരു മടി? ഓ, ചിലപ്പോ നിനക്ക് സംസാരിക്കാനുള്ള വലിപ്പം എനിക്ക് ഇല്ലാന്ന് തോന്നിട്ടാണോ? അമ്മേ, നീയും ഹരിയുമായുള്ള വിവാഹം തീരുമാനിച്ചിട്ട് പോലും നിന്റെ മനസ്സ് ആടി ഉലയുകയായിരുന്നു. ഓർമ്മയുണ്ടോ? കാരണം ഒരു നല്ല ഭർത്താവിന്റെ ലക്ഷണങ്ങൾ ജീവൻ നിന്റെ മുൻപിൽ കാണിച്ചു. നീ അത് വിശ്വസിച്ചു. അന്നും നിന്നെ തിരുത്താൻ ഞാൻ പെട്ട പാട് എത്രയാണെന്ന് എനിക്കേ അറിയൂ. എല്ലാം കഴിഞ്ഞ് നിനക്ക് മനസ്സിലായി അവൻ ചതിയനാണെന്ന്, അവൻ കൊല്ലാൻ നടക്കുന്നവനാണെന്ന്. ഏത് മനുഷ്യനും അത് ജീവിതത്തിൽ വലിയൊരു തിരുത്ത. അത് കഴിഞ്ഞ് നീ ഹരിയോടൊപ്പം ജീവിച്ചു. 1-2 ദിവസമല്ല, മാസങ്ങളോളം. ജീവിതത്തിൽ ആദ്യമായി ഒരു സമാധാനം നിന്റെ മുഖത്ത് ഞാൻ കണ്ടു. നിന്റെ മുഖത്ത് ചെറിയൊരു സന്തോഷം ഞാൻ കണ്ടു. നിന്നെ ഒരു കരക്കെത്തിച്ചു എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായി. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചേ? ഹരിയും ജീവനും പരസ്പരം വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നീ ഹരിയുടെ കൂടെ അല്ല നിന്നത്, ജീവന്റെ കൂടെയാ. ജയാറിനെ നോവിക്കാൻ പാടില്ല, ജയാറിനെതിരെ ഒന്നും സംസാരിക്കാൻ പാടില്ല. അതാണ് നിന്റെ കൽപ്പന. ഞാൻ ചെയ്യുന്നത് ആർക്കും മനസ്സിലാവാതെ പോവാം. പക്ഷേ കഴുത്തിൽ കിടക്കുന്ന താലി സംരക്ഷിക്കാൻ ആ വാക്ക് ഇനി നീ പറയണ്ട. താലിയുടെ മാഹാത്മ്യവും അതിന്റെ പവിത്രതയും അറിയുന്നവളാണ് ഞാൻ. ഇത്രയും കാലം എന്റെ ജീവിതത്തിൽ ആ പവിത്രത ഞാൻ കാത്തു സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ത് കാപട്യം കാണിച്ചാലും അത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്ന് ധരിക്കരുത്. ജയാറിന്റെ പണം, അവന്റെ സ്വാധീനം, ജീവിതത്തിൽ അതൊക്കെ വേണ്ടാന്ന് വെക്കുന്നത് എന്തിനാണെന്ന് നിനക്ക് തോന്നിക്കാണും. ജയാറിന്റെ ഉയരത്തിൽ നിന്ന് നോക്കുമ്പോ ഹരി ആരാ? ഇപ്പോ എല്ലാം നഷ്ടപ്പെട്ട ഒരുത്തൻ, പാടത്ത് പണിയെടുക്കുന്ന ഒരുത്തൻ. പുച്ഛം തോന്നുന്നുണ്ടോ നിനക്കവനോട്? അമ്മേ, അതൊന്നും അല്ല കാര്യം. എന്നെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്ക. എങ്ങനെ? എന്തർത്ഥത്തിലാണ് നിന്നെ മനസ്സിലാക്കേണ്ടത്? ഒന്നും വേണ്ട. കൂടുതൽ സംസാരിച്ച എനിക്ക് ചിലപ്പം നിന്നോട് വെറുപ്പ് തോന്നിപ്പോവും. അതുണ്ടാവരുതെന്ന പ്രാർത്ഥനയോടെയാണ് ഞാനിപ്പോ നടക്കുന്നത്. പലർക്കും പലരെയും മനസ്സിൽ നിന്നും പുറത്താക്കാൻ എളുപ്പമാ. എനിക്കതിന് പറ്റില്ല.